കറക്റ്റാ. ഇന്ന് ഓഫീസിൽ ഒരാളുടെ സെൻഡ് ഓഫ് പ്രമാണിച്ചുള്ള സൽക്കാരം ഉണ്ടായിരുന്നു. സഭയിൽ സ്വീകാര്യത. അയാൾക്ക് സമ്മാനം കൊടുത്ത് പ്രസംഗിച്ചപ്പോൾ എനിക്ക് നല്ല കയ്യടിയായിരുന്നു. മനോവിഘാതം. ഞാനൊരു കത്ത് വീട്ടിലേക്ക് അയച്ചിട്ടുണ്ട്. ഇന്ന് കിട്ടും. അതെന്താ മനോവിഘാതം? അത് പിന്നെ ഓഫീസിൽ കൂടെ ജോലി ചെയ്യുന്നവര് സ്ഥലം മാറിപ്പോകുമ്പോ മനസ്സിന്റെ ഒരു അതില്ലേ, അതിന്റെ ഒരു ഇതില്ലേ, ഇതിന്റെ അതാ അത്. ഇയാളാള് കൊള്ളാലോ. ചേട്ടന്റെ ഡീറ്റെയിൽസ് ഇയാൾക്ക് എങ്ങനെ കിട്ടി? അത് നമ്മുടെ വിവാഹത്തിന് മുഹൂർത്തം കുറിച്ചത് ഈ ഭാർഗവ് വി കുട്ടിയുടെ അച്ഛൻ വേലായുധം കുട്ടിപ്പണിക്കര. ലേറ്റ്. എവിടെ ലേറ്റ്? ലേറ്റ് ആയതല്ല, അങ്ങേര് ലേറ്റ് ആയെന്ന് മുകളിലേക്ക് പോയി. എന്തായാലും ഒരു 1000 രൂപ അയച്ചു കൊടുക്കണം. നമ്മൾ രണ്ടുപേരുടെ 1000 ദിവസത്തെ ഫലം വരുത്തണം. ഒരാഴ്ചത്തെ ഫലവും നോക്കട്ടെ, എന്നിട്ട് മതി. പിന്നെന്താ എഴുതിയിരിക്കുന്നേ? സായാഹ്നത്തോടെ ഈശ്വര സാന്നിധ്യം ശൂലയോഗം. സന്ധിക്ക് നമുക്കൊന്ന് അമ്പലത്തിൽ പോവാം. കുറെ നാളെയല്ലേ അമ്പലത്തിൽ പോയിട്ട്. അപ്പൊ ഈശ്വര സാന്നിധ്യമാവും. പക്ഷേ ഈ ശൂലയോഗം എന്തുവാ? നമുക്ക് മുരുകന്റെ അമ്പലത്തിൽ പോവാം. മുരുകനല്ലേ ശൂലം പിടിച്ച് നിൽക്കുന്നേ? അപ്പൊ രണ്ടും ആവും, ഈശ്വര സാന്നിധ്യവും ശൂലയോഗവും. ഓ, അപാര ബുദ്ധി. ഈ തല തട്ടും മുട്ടും ഒന്നും കിട്ടാതെ നീ ഇതേപോലെ സൂക്ഷിക്കണം. അടുത്ത തലമുറയ്ക്ക് പ്രയോജനപ്പെടും. നീ പോയി വേഗം ഒരു ചായ എടുത്തോണ്ടോ. ബോഹലാൽ കുടിക്കുന്ന ചായ മതിയോ? പ്രകൃതിയുടെ മിശ്രണം, സുലുവിന്റെ മേക്കിംഗ്, എപ്പോഴേ തയ്യാർ. ഇതിന്റെ പകുതി സ്റ്റൈൽ ആ ചായയിൽ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. ഒന്നുമില്ല, മധുരം നല്ലപോലെ ഇട്ടോളാൻ പറഞ്ഞതാ. ഈശ്വര, മല പോലെ വന്നത് മഞ്ഞു പോലെ അങ്ങ് പോയി. ഈ ഭാർഗവ് വി കുട്ടിയുടെ മോളോ സഹോദരിയോ വല്ലതും ആയിരിക്കുമോ നമ്മുടെ ഭാർഗവ് കുട്ടി? അപ്പോ അവൾ അയച്ചെന്ന് പറഞ്ഞ കത്ത് ഇതായിരിക്കും. വെറുതെ എന്നെ ഒന്ന് വരട്ടാൻ പറഞ്ഞതാ. നാളത്തെ ഫലം ഒന്ന് നോക്കിയേക്കാം. കാര്യവിജയം, മത്സര നേട്ടം, കുടുംബജീവിതം സന്തോഷപ്രദം, ദിവസാന്ത്യം സാഹിത്യരചനായോഗം. ഞാനിനി നോവല് വല്ലതും നാളെ എഴുതി തുടങ്ങുമോ ഭഗവാനെ? മോളെത്തിയല്ല. അമ്മേ, ഇതാ ലെറ്റർ ബോക്സിന് താഴെ കിടന്ന. ആ പോസ്റ്റ്മാൻ ഒരു ശ്രദ്ധയില്ല. നീ വേഗം ഡ്രസ് മാറിയിട്ട് വാ. ചെല്ലു ചെല്ലു. ടു മിസ്റ്റർ വിശ്വനാഥൻ, തെക്കേപ്പാട്ട്. ധാരയിച്ചതാ? ആർക്കറിയാം. ഫ്രം അഡ്രസ് ഇല്ലല്ലോ. തരില്ല ഞാൻ. തരാനോ പറഞ്ഞത്? വേണ്ട, ഞാൻ പൊട്ടിച്ചോളാം. വേണ്ട, എനിക്കുള്ളതല്ലേ, ഞാൻ പൊട്ടിക്കാം. ഭാര്യ ഭർത്താക്കാരുടെ ഇടയിൽ എനിക്ക് നിനക്കൊന്നുള്ള വേർതിരിവില്ല, തുല്യ അവകാശം. നിനക്കുള്ള കത്ത് ഞാൻ പൊട്ടിക്കാറില്ലല്ലോ. വേണ്ടെന്ന് ഞാൻ പറഞ്ഞു. പൊട്ടിച്ചു വായിച്ചോ. അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച എന്റെ അമ്മയുടെ കത്ത് വന്നപ്പോ നീ പൊട്ടിച്ചില്ലല്ലോ. പൊട്ടിച്ചില്ലെന്ന് മാത്രമല്ല, ഞാനത് പൊട്ടിച്ച് വായിച്ചപ്പോ അതിലെ മാറ്റർ അറിയാനുള്ള ആഗ്രഹം പോലും നിനക്കുണ്ടായില്ലല്ലോ. അമ്മായിമ്മ മകൻ അയക്കുന്ന കത്ത് പൊട്ടിച്ച് വായിക്കാൻ പാടില്ല എന്നുള്ള സാമാന്യ വിവരമൊക്കെ എനിക്കുണ്ട്. ഓ, നിന്റെ വിവരത്തിന്റെ കാര്യമൊന്നും പറയണ്ട. നോക്ക് സുലു, ഓം ശ്രീ രുദ്രാക്ഷി അമ്മൻ തുണை. തമിഴ്നാട്ടിൽ കോവിൽക്കോട് രുദ്രാക്ഷി അമ്മൻ കോവിലിൽ പൂജാരി പൂജ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ വെളുത്ത വസ്ത്രം ധരിച്ച ഒരു സ്ത്രീരൂപം പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട പൂജാരി ഭയന്നു. അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു, ഞാൻ ഈ രൂപം എടുത്തത് എവിടെ ആര് സ്ത്രീകളെ വേദനിപ്പിക്കുന്നുവോ അവരെ കൊല്ലാൻ വേണ്ടിയാണ്. ആരെങ്കിലും എൻ്റെ പേരിൽ ഇതേ കത്ത് 500 എണ്ണം എഴുതി സ്വന്തം കൈപ്പിടയിൽ പരസ്യം ചെയ്താൽ നിശ്ചയിച്ച കാര്യം സ്വന്തം. എന്നെ തെറ്റിദ്ധരിക്കരുത്.
ഞങ്ങൾ വെറും സഹപ്രവർത്തകർ മാത്രമാണ്. എന്നോട് ക്ഷമിക്കണം. എന്തിന്? ക്ഷമിക്കണ്ട. ഈ കത്ത് വായിച്ച ശേഷം 15 ദിവസങ്ങൾക്കുള്ളിൽ എഴുതി പരസ്യം ചെയ്യാതിരുന്നാൽ പല ദോഷങ്ങളും സംഭവിക്കും. ഇത്രയും പറഞ്ഞ് അവർ വെളുത്ത പുകയായി അന്തരീക്ഷത്തിൽ ലയിച്ചു. ഇതറിഞ്ഞ മധുരയിലുള്ള പഴനിസ്വാമി 1000 കത്തുകൾ എഴുതി അയച്ചു. അയാൾക്ക് 1 കോടി രൂപ ലോട്ടറി അടിച്ചു. ഇനി ഒരാൾ ഈ കത്ത് കീറിക്കളഞ്ഞപ്പോൾ അയാളുടെ മക്കൾ 2 പേരും മരിക്കുകയും ഭാര്യ മറ്റൊരാളുടെ കൂടെ ഒളിച്ചോടിപ്പോവുകയും ചെയ്തു. ആയതിനാൽ ഈ കത്ത് കിട്ടുന്നയാൾ ഇത് ഭക്ത്യാദരപൂർവം വായിച്ച ശേഷം സ്വന്തം കൈപ്പടയിൽ കുറഞ്ഞത് 500 എണ്ണമെങ്കിലും എഴുതി വിതരണം ചെയ്താൽ സകല സൗഭാഗ്യങ്ങളും ഉണ്ടാകും. ഉദ്ദേശിച്ച പല കാര്യങ്ങളും നടക്കും. ഒരു രുദ്രാക്ഷിയമ്മൻ ഭക്ത. പ്രത്യേകം ശ്രദ്ധിക്കുക, ഫോട്ടോസ്റ്റാറ്റോ കാർബൺ കോപ്പിയോ പാടില്ല. എന്റെ കൈയക്ഷരം നന്നാക്കാനാണോടി നിന്റെ ഈ പ്രതികാരം ഭാർഗവി? ഇനി ലീവ് എടുത്താലും വേണ്ടില്ല, ചേട്ടന്റെ കൈയക്ഷരത്തിൽ തന്നെ ഇത് പകർത്തി എഴുതി അയക്കണം. അമ്മേ രുദ്രാക്ഷി, ആ ഭാർഗവി കുട്ടിയുടെ ദിവസഫലം എത്ര കറക്റ്റാ. സായാഹ്നത്തോടെ ഈശ്വര സാന്നിധ്യം. പക്ഷേ ശൂലയോഗം? ഈശ്വര സാന്നിധ്യവും ശൂലയോഗവും ചേർന്നതാടി ഇത്. ശൂലയോഗം എന്ന് പച്ച മലയാളത്തിൽ പറഞ്ഞ പാര, നല്ല ശുദ്ധമായ പാര. വീടിനകത്ത് കയറുമ്പോൾ ഇതൊന്ന് അഴിച്ചു വെച്ചൂടെ? ഇവിടെ ചില അഗാധ ഗർത്തങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ആദ്യം നീ നിന്റെ മുഖംമുടി ഒന്ന് അഴിച്ചു വെച്ചേ. കുറെ നാളെ ഞാൻ ഫേഷ്യൽ ചെയ്തിട്ട്. ഇതേ കുക്കുമ്പർ പാക്കാ. കാക്ക വിളിച്ച കൊക്കാവില്ല, കൊക്കുംബറാവും. കൂനൻ മതിച്ച ഗോപുരവും കുത്തില്ല. നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ഞാനൊന്നും പറഞ്ഞില്ല. പിന്നെ ചുണ്ടനങ്ങുന്നുണ്ടല്ലോ. ഓ അതോ, ഞാൻ രുദ്രാക്ഷി മന്ത്രം ജപിക്കുകയായിരുന്നു. അതെന്ത് മന്ത്രം? കഴിഞ്ഞ ആഴ്ച വന്ന കത്തിന്റെ കാര്യം മറന്നുപോയോ? അതിലെഴുതിയിരിക്കുന്നതെല്ലാം സ്വന്തം കൈപ്പടെ തന്നെ എഴുതി 500 പേർക്ക് പോസ്റ്റ് ചെയ്യണം. ഇന്ന് തന്നെ എഴുതി തുടങ്ങണം. പേപ്പറും കവറും ഒക്കെ ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. ടെലിഫോൺ ഡയറക്ടറി നോക്കി 500 പേരുടെ അഡ്രസ്സും കളക്ട് ചെയ്തിട്ടുണ്ട്. എന്റെ സുലു, ഇതൊക്കെ ആൾക്കാർ നമ്മളെ പറ്റിക്കാൻ എഴുതി വിടുന്നതാ. അയ്യോ അങ്ങനെ അല്ല, ഓഫീസിലെ ശോഭ പറഞ്ഞതാ. ഇതുപോലൊരു കത്ത് വന്നിട്ട് അവളുടെ ഭർത്താവ് കീറിക്കളഞ്ഞപ്പോ ഒരാഴ്ചക്കകത്ത് അയാളുടെ അമ്മ മരിച്ചുപോയി. അതല്ലെങ്കിലും അവരുടെ ചീട്ട് കീറിയിരുന്നായിരിക്കും. അയ്യോ അല്ല, കത്തിന്റെ ശക്തിയാ. അത്രയ്ക്ക് ശക്തിയാണോ? പിന്നെ എന്നാ പിന്നെ ശോഭ തന്നെ കീറിയതായിരിക്കും. അതെന്തിനാ? അമ്മായി അമ്മ തട്ടിപ്പോകാൻ. സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാ തമാശ. പോയി ഡ്രസ്സ് മാറിയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. അല്ല, സ്കൂട്ടർ വിൽക്കുന്നോ? ഏയ്, പിന്നെ ആര് പറഞ്ഞു ഇങ്ങനൊരു അപവാദം? അതിന് അപവാദം പറഞ്ഞു വരുത്താൻ ആളൊന്നും വേണമെന്നില്ലല്ലോ, ഒരു പൂച്ചയും മതിയല്ലോ. അതേത് പൂച്ച? ഇടവഴിയിലെ പൂച്ച, മിണ്ടാ പൂച്ചയോ? അല്ല, ആരാന്റെ പൂച്ച വെളുത്ത പൂച്ച ഇതുപോലെ ഇരിക്കും.